ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുഞ്ഞൊരു ക്രിസ്മസ് സ്റ്റാറാണ്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 5 പീസ് ഓഫ് പേപ്പറാണ്. സ്ക്വയർ ഷേപ്പിലുള്ളതാണ് വേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുള്ള പേപ്പറാണ്. ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള കളറുകളൊക്കെ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ചാർട്ട് പേപ്പർ വാങ്ങാനായിട്ട് കിട്ടും. സാധാരണ ചാർട്ട് പേപ്പർ അല്ല, കുറച്ചുകൂടിയും കട്ടിയുള്ള ചാർട്ട് പേപ്പർ ഉണ്ട്. 15 രൂപയായിരിക്കും ഒരെണ്ണത്തിൻ്റെ വില. അപ്പോൾ ആ ഒരു ചാർട്ട് പേപ്പർ വാങ്ങുകയാണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പേപ്പർ ഇതേപോലെ കോണോട് കോൺ മടക്കി കൊടുക്കാം. അതിനുശേഷം മടക്ക് നിവർത്തിയിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ മടക്കിയപ്പോൾ ഒരു ലൈൻ വന്നിട്ടില്ലേ, കറക്റ്റ് ആ ലൈനിലേക്ക് മടക്കി കൊടുക്കാം. മറ്റേ സൈഡ് നമ്മൾ ഈ ലൈനിലേക്കല്ല മടക്കേണ്ടത്. അവിടെ നിന്ന് ഒരു സെൻറ്റിമീറ്റർ മുന്നിലേക്ക് നീങ്ങി നിൽക്കുന്ന രീതിയിൽ മടക്കി കൊടുക്കണം. ഇതേപോലെ അതിനുശേഷം അതിൻ്റെ മറുഭാഗത്ത് ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അധികമൊന്നും ആക്കണ്ട, കുറച്ച് ഗമ്മാക്കിയാൽ മതി. കാരണം നമ്മൾ ഒട്ടിക്കുമ്പോൾ ഈ പേപ്പറിൻ്റെ അടിയിലേക്ക് ആവാനായിട്ട് പാടില്ല. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പേപ്പറിന്മേൽ മാത്രമേ ആവാൻ പാടുള്ളൂ, അതിൻ്റെ അടിഭാഗമായിട്ട് ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആ 5 ഷീറ്റ് ഓഫ് പേപ്പറും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു 4 സെൻറ്റിമീറ്റർ കയറിയിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ നിന്ന് നമുക്ക് ഈ 2 സൈഡിലേക്കും ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ആ ഭാഗം നമുക്കിനി ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഈ സെൻറ്ററിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡും നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മളിതാ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ മടക്കുക, നേരെ പുറകിലേക്ക് ഇതേപോലെ മടക്കി വയ്ക്കുക. അപ്പോൾ മറ്റേ സൈഡിൽ അതിൻ്റെ മുന്നിലേക്ക് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതും നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ പുറകിലേക്ക് മടക്കി വെച്ച ഭാഗമുണ്ടല്ലോ, അത് കുറച്ച് സൈഡിലേക്ക് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്, അതും നമ്മൾ കട്ട് ചെയ്ത് കളയുക. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ഒട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ ചെരിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം നമുക്ക്. അപ്പോൾ എല്ലാ പേപ്പറും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പണിയാണ് ഇതിന് ഹോൾ ഇട്ട് കൊടുക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ കൂടിയാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ഇനി കാണുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്, ചെറിയ ഹോള്. അതിനുശേഷം ഇതേപോലെ മുനയുള്ള എന്തെങ്കിലും സ്ക്രൂവോ ആണിയോ പേനയോ എന്താണെടുത്തിട്ട് നമ്മൾ ആ ഹോളിൽ കൂടെ കയറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഇതേപോലെയുള്ള ഹോളുകൾ കിട്ടും. അങ്ങനെ നമ്മളെല്ലാത്തിനും ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചിങ് മെഷീൻ വെച്ച് ചെയ്യണ അത്ര പെർഫെക്റ്റ് ആവില്ല കേട്ടോ, എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പുറകിലേക്ക് മടക്കി വെച്ച ഭാഗമുണ്ടല്ലോ, അവിടെ മാത്രം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നെക്സ്റ്റ് ലീഫ് എടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് മുഴുവൻ നമ്മൾ മടക്കി വെച്ച ഭാഗമുണ്ടല്ലോ, അതുമ്പോൾ വീണ്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലീഫ് എടുത്ത് ഒട്ടിക്കുക. ഇങ്ങനെ എല്ലാ ലീഫും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ എല്ലാതും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു നൂലിട്ട് കൊടുക്കണം. നമുക്കിത് കെട്ടണ്ടേ. അപ്പോൾ ചിരടിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ 2 ചെറിയ പീസ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്ത് ചിരടിട്ട് കൊടുക്കാനായിട്ട് ഹോൾ ഉണ്ടാക്കണ്ടേ, അവിടെ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് ഈ സ്റ്റാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെപ്പോൾ വേണമെങ്കിലും കീറാം. നല്ല ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നുകൂടി കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒരു പീസ് ഓഫ് പേപ്പറും കൂടി അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്.
പിന്നെ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി, നമ്മൾ ലാസ്റ്റ് ഒട്ടിച്ച ലീഫ് ഉണ്ടല്ലോ, അതിൽ ഇതേപോലെ പുറകിലേക്ക് മടക്കി വെച്ച ഭാഗമല്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് നമുക്കിനി ആവശ്യം. ഓക്കെ, ഇനി ഞാനിവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും നൂലോ ചരടോ എന്തെങ്കിലും എടുക്കുക. അതും ഇതേപോലെ വണ്ണം കുറഞ്ഞിട്ടുള്ള ഈർക്കിളിയോ ഇതേപോലത്തെ കമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കെട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഹോളിൽ കൂടെ ഉള്ളിലേക്ക് കടത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റാർ ഒന്ന് നിവർത്തി നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർ നന്നായി ഉണങ്ങിയിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ എളുപ്പമല്ലേ? ഒരു ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ ജസ്റ്റ് ആ ഹോൾഡറിൻ്റെ ബൾബിൻ്റെ അടുത്ത് കൊണ്ടുപോയി കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. കറക്റ്റായിട്ടില്ല ഞാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഒപ്പം ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നമ്മുടെ ഈ സ്റ്റാറും കൂടി ഇരുന്നോട്ടെ അല്ലേ? വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.